ഹെസ്ബുള്ള സൈനിക വിഭാഗം മേധാവി സയ്യിദ് ഹസൻ നസ്രുള്ള ബൈറൂത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു. ലബനീസ് തലസ്ഥാനമായ ബൈറൂത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിനിടെയാണ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടത്. ഈ വിവരം ഹെസ്ബുള്ള ഒഫീഷ്യലായി അറിയിച്ചു. ആദ്യ മരണവാർത്ത അവർ നിഷേധിച്ചിരുന്നുവെങ്കിലും ഇസ്രായേൽ ക്ലെയിം ചെയ്തിരുന്നു. എന്തായാലും ഇസ്രായേലിന്റെ വലിയൊരു ലക്ഷ്യം തന്നെയായിരുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ട ഹസൻ നസ്രുള്ള. 1900 മുതൽ ഇങ്ങോട്ട് നിരന്തരം ഇസ്രായേലിന് തലവേദനയായിരുന്നു ഹെസ്ബുള്ള സൃഷ്ടിച്ചിരുന്നത്. അതിന്റെ ആക്രമണങ്ങൾ മുഴുവൻ നേതൃത്വം നൽകിയത് ഹസൻ നസ്രുള്ളയായിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നസ്രുള്ളയെ വധിക്കുമെന്ന് മുൻപേ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനു മുമ്പ് നടന്ന പേജർ ആക്രമണങ്ങളിലൂടെ ഹെസ്ബുള്ളയുടെ ഏകദേശം നേതാക്കന്മാരെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഹസൻ നസ്രുള്ളയെ കൂടി കൊലപ്പെടുത്തിയത്. ഇതോടെ ഹെസ്ബുള്ളയുടെ പതനം പൂർത്തിയായിരിക്കുകയാണ്. ഇസ്രായേലിന് ഇനി പതിവ് പോലെ ലെബനനിൽ നിന്ന് റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടാകുമെങ്കിലും പഴയ തീവ്രത ഹെസ്ബുള്ളയ്ക്ക് കൈവരിക്കാനാവില്ല. ഇറാൻ കൂടി കൈവിടുന്നതോടെ ഹെസ്ബുള്ളയുടെ സ്വാധീനം ലെബനനിൽ നിന്ന് കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.